Hey guys, welcome back to another video. Ranjit here. So PSC ആറാം ഘട്ടത്തിൽ കണ്ടക്ട് ചെയ്ത LDC എക്സാമിനേഷൻ എറണാകുളം വയനാട് ജില്ലകളിൽ കണ്ടക്ട് ചെയ്ത പരീക്ഷയുടെ ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് പോലെ തന്നെ ഓരോ വിഭാഗത്തിലെയും ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നിലവാരവും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന റീജിയനിൽ ഹിസ്റ്ററി വിഭാഗം എടുക്കുകയാണ് എങ്കിൽ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എങ്കിലും താരതമ്യേന ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ പോലും അത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുതകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി ജിയോഗ്രഫി വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ താരതമ്യേന വളരെ ലളിതമായിട്ട് ഫ്രെയിം ചെയ്ത ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നുമൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എഗെയിൻ ഈ ഒരു വിഭാഗവും ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ മാത്രമാണ് പറയാൻ സാധിക്കുക. ഇക്കണോമിക്സ് വിഭാഗത്തിലും അവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അതായത് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമാണ് ഈവൻ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും സോൾവ് ചെയ്യുക അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഇനി ഈ ജനറൽ സയൻസ് എന്ന ഒരു വിഭാഗം, അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വ്യത്യസ്തമായിട്ട് നിന്നത്. താരതമ്യേന വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ജനറൽ സയൻസ് വിഭാഗത്തിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലൈഫ് സയൻസ്, അതോടൊപ്പം തന്നെ ഫിസിക്സ് വിഭാഗത്തിലൊക്കെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ള LDC എക്സാമിനേഷൻസ്, മറ്റ് സ്റ്റേജുകളിൽ കണ്ടക്ട് ചെയ്ത LDC എക്സാമിനേഷൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഘടകം എന്ന് നമുക്ക് പറയാം. അതായത് ഈ രണ്ട് മേഖലകളിൽ പ്രത്യേകിച്ച്, അതായത് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഫിസിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ സാമാന്യം വളരെ ഉയർന്ന നിലവാരത്തിലുള്ളത് തന്നെ ആയിരുന്നു. സോ അതാണ് ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി കേരള ഗവേണൻസ്, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് തുടങ്ങിയ വിഭാഗങ്ങൾ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ഡിഫിക്കൽട്ടിയും അതിൻ്റെ ഒരു നേച്ചറും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മേഖലകൾ തന്നെയായിരുന്നു. ഈവൻ ഇമ്പോർട്ടൻ്റ് ആക്ട്സും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചില ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ സാധാരണഗതിയിൽ ചോദിക്കുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമാണ് ഇവിടെയും കാണാനായിട്ട് സാധിച്ചത്. ഈവൻ കമ്പ്യൂട്ടർ സയൻസും ഡിഫറൻ്റ് അല്ല, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെയും നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. സോ പൊതുവിൽ നമ്മൾ ഈ ഒരു GK വിഭാഗം കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ എല്ലാ മേഖലകളിലും, അതായത് ജനറൽ സയൻസ് ഒഴികെയുള്ള മറ്റെല്ലാ മേഖലകളിലും ഒരു ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ മാത്രമാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ചോദ്യത്തിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് 2-3 ഡിലീഷൻസിനും സാധ്യതകളുണ്ട്. എനിവേ ഓവറോൾ നമ്മൾക്ക് ഈ ഒരു വിഭാഗത്തെ അങ്ങനെ റേറ്റ് ചെയ്യാം. ഈവൻ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്ന് പോലും സാമാന്യം ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത 3 റീജിയൻസ് നമ്മൾക്ക് ഒരുമിച്ച് തന്നെ പറയാം. അതായത് ബേസിക് അരിത്മെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം. കാരണം ഈ വിഭാഗങ്ങളിൽ കാര്യമായിട്ടുള്ള ചലഞ്ചസ് ഒന്നും തന്നെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ഇവിടെയുള്ള കോൺസെപ്റ്റുകൾ പഠിച്ച് അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് മുൻകാലത്ത് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 3 വിഭാഗങ്ങളായിരുന്നു ബേസിക് അരിത്മെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം എന്നിവ. അതാണ് ഈ 3 റീജിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റിയും ഡിഫിക്കൽട്ടി ലെവലും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായത് നിലവാരമില്ലാത്ത ചോദ്യ പേപ്പർ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. LDC എന്നൊരു പരീക്ഷ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ 6ാം ഘട്ടത്തിലേക്ക് എത്തി, ഈ പരീക്ഷയുടെ 6ാം ഘട്ടത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും മുൻപുള്ള ഘട്ടങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഏത് രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ചലഞ്ചസ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇത്തരത്തിലുള്ള ഐഡിയ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ താരതമ്യേന ഇത് നമ്മൾക്ക് ലളിതമായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഈവൻ ക്വസ്റ്റ്യൻ പേപ്പറും ഈ മുൻപ് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ GK വിഭാഗത്തിലൊന്നും ഒരു മേഖലകളിലും വളരെയധികം ചലഞ്ചിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തതുമില്ല. സോ അത്തരത്തിൽ സാമാന്യം നിലവാരമുള്ള, എന്നാൽ വളരെ ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ മാത്രം റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഇനി ഇവിടെയുള്ള ഒരു ഗുഡ് സ്കോറിനെ കുറിച്ചാണ്. സോ ഇത് നമ്മൾ മുൻപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം താരതമ്യേന ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതോടൊപ്പം തന്നെ ഇത് 6ാമത്തെ ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും
ഉദ്യോഗാർത്ഥികൾ നടത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസ് ടു 70 ഒക്കെ സ്കോർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. സോ 65 ആൻഡ് എബോവ് അല്ലെങ്കിൽ ഒരു ക്ലോസ് ടു 70 എന്ന രീതിയിൽ തന്നെ ഇവിടെയുള്ള ഗുഡ് സ്കോർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈവൻ അതിന് മുകളിലും സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പോലെ ഒരുപാട് വസ്തുതകളൊന്നും ഈവൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനായിട്ടില്ല. കാരണം അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമ്മൾക്ക് ചലഞ്ചിങ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. സാമാന്യം ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ഉൾപ്പെടുത്തിയത് ജനറൽ സയൻസ് വിഭാഗത്തിലാണ് എന്നത് മാത്രമാണ് ഇവിടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അതായത് മറ്റുള്ള ഘട്ടങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഘടകം. സോ ഇതാണ് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സോ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത ഉദ്യോഗാർത്ഥികളും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫീൽ ചെയ്തത് എന്നൊരു കാര്യം മെൻഷൻ ചെയ്യുക. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, എക്സാമിനേഷൻ്റെ ഒരു പ്രഷർ എന്നുള്ളത് വളരെ കാര്യമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിത് അനലൈസ് ചെയ്തതുപോലെയല്ല എക്സാമിനേഷൻ ഹാളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്നുള്ളത്. എനിവേ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.